ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ഇട്ട നല്ല പച്ചമാങ്ങ ചമ്മന്തിയാണ് കേട്ടോ. സോ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു 16 ചെറിയ ഉള്ളി, അതുപോലെ തന്നെ പച്ചമാങ്ങ കട്ട് ചെയ്തത്, പിന്നെ ചിരകിയ തേങ്ങ, പിന്നെ വറ്റൽമുളക് എണ്ണയിലൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് മാംഗോ ആണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ജാറ് വെള്ളമില്ലാത്ത ജാറാവണം കേട്ടോ, നനഞ്ഞതാവരുത്. കാരണം നമ്മളൊരു 1 വീക്ക് ഇത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വെള്ളമില്ലാണ്ടാണ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക ജാറിൽ ഫസ്റ്റ്. അതിനുശേഷം ഒരു 12 വറ്റൽമുളക്. എൻ്റെ വറ്റൽമുളകിന് അധികം എരിവ് ഉണ്ടായിരുന്നില്ല, അപ്പോൾ അതുകൊണ്ട് 12 എടുത്തിട്ടുണ്ട്. പിന്നെ ചെറിയുള്ളി ആവശ്യത്തിന് എടുക്കുക. ഞാനൊരു 16 ചെറിയുള്ളിയാണ് കേട്ടോ കൗണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ജാറിൻ്റെ സൈഡിലുള്ളതെല്ലാം സ്പൂൺ കൊണ്ട് ഒന്നുകൂടി നീറ്റായിട്ട് എടുത്തതിന് ശേഷം വീണ്ടും ഒന്നുകൂടി നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ 2 തവണ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ കിട്ടി. ഇനി ഇതിൽ ആവശ്യത്തിന് തേങ്ങ അളവ് എത്രയാണോ, ഞാനൊരു 2 കൈ തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, ചെറിയ തേങ്ങ. നിങ്ങൾക്ക് എത്രയാണോ അളവ്, ഒരു ബേസിക് ക്വാണ്ടിറ്റി എത്രയാണോ അതിനനുസരിച്ച് തേങ്ങ ഇടുക. നല്ല രീതിയിൽ ക്രഷ് ചെയ്തെടുക്കുക. തേങ്ങ അരയ്ക്കുമ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ജാറിൻ്റെ ചുറ്റും സ്പൂൺ കൊണ്ട് ഒന്ന് നീറ്റായിട്ട് എടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ പേസ്റ്റ് രൂപത്തിൽ എടുക്കുക കേട്ടോ. ഞാൻ ഈ ചമ്മന്തി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ഒരു എയർ ടൈറ്റ് ഗ്ലാസ് കണ്ടെയ്നറാണ്. നമുക്ക് മാക്സിമം ഒരു 1 വീക്ക് വരെ ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ചമ്മന്തിയാണ്. എല്ലാവരും ചെയ്തിട്ട് ജസ്റ്റ് എന്നോട് അഭിപ്രായം പറയൂ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, നിങ്ങളും ട്രൈ ചെയ്യുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സോ ബൈ, ടേക്ക് കെയർ.